ഹായ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേര് മധുരം ജീവാമൃത ബിന്ദു എന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ചോദിക്കേണ്ട ഒരവസ്ഥയായി എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്നത് രണ്ട് സിനിമ ആയിട്ടാവും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഓരോ അരമണിക്കൂറിലും ഓരോ പടങ്ങളാണ്, അതായത് ഓരോ കഥകളായിട്ടാണ് ഈ സിനിമ വന്നത്. അതായത് ഒരു 4 കഥകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ 4 ഡയറക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. അതായത് ഒരാള് അപ്പു എൻ ഭട്ടാതിരി, പിന്നെ പ്രിൻസ് ജോയ്, ജനിത് കച്ചപ്പിള്ളി, ഷംസു സൈബ, ഇങ്ങനെ 4 ആൾക്കാരാണ് ഈ ഒരു സിനിമയുടെ ഉള്ളിലെ മറ്റ് 4 ഡയറക്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് പുണ്യ എലിസബത്ത്, വിനയ് ഫോർട്ട്, ധന്യ ഹമീദ്, ജാഫർ ഇടുക്കി, ബേസിൽ ജോസഫ്, ഷൈജു കുറുപ്പ്, ലാല്, ശ്രീകാന്ത് മോഹൻ, മാള പാർവതി, സുഹാസിനി, ഇത്ര ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഇതൊരു 4 കഥയാണ്. ഒരു കഥ കഴിയുന്നു, അടുത്ത കഥ, പിന്നെ അടുത്ത കഥ, അങ്ങനെ ഒരു 4 കഥയാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഈ സിനിമയിലുള്ള ഈ 4 കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഒരു സ്റ്റോറി വരുന്നത് നമ്മുടെ ഷൈജു കുറുപ്പിന്റെ. ഷൈജു കുറുപ്പ് ഒരു PT സാറാണ്, അതിലുപരി ഒരു സിനിമാ മോഹി കൂടിയാണ്. അപ്പോ ഇവര് എന്താ പറയാ, സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒക്കെ ആയിട്ട് ഇവര് സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ കൂടെ തന്നെ സ്കൂളിൽ ഒരു PT സാറായിട്ടും പോകുന്നുണ്ട് നമ്മുടെ ഷൈജു കുറുപ്പ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു സ്കൂളിൽ വെച്ചിട്ട് പിള്ളേരുടെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഷോർട്ട് ഫിലിമിലും അഭിനയിക്കും. അതായത് ക്യാമറയുടെ മുന്നിൽ ഒന്ന് വന്ന് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ഷൈജു കുറുപ്പിനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിള്ളേർ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷൈജു കുറുപ്പും നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിലാണ് നമ്മുടെ ലോക്ക്ഡൌൺ വരുന്നത്. ലോക്ക്ഡൌൺ വന്നപ്പോൾ ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ മിസ്സായി പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ആക്ടിങ്ങിന്റെ ഒരു ആഗ്രഹം ഇല്ലാതാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. ആ ഒരു സമയത്താണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ ഷൈജു കുറുപ്പ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു ഓഫീസിലോട്ട് പോകുന്നു. ഓഫീസിലോട്ട് ചെന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, തിയേറ്ററിൽ, അതായത് ഒരു ക്യാമറ വർക്കിംഗ് എങ്ങനെയാണോ, അതില്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് എങ്ങനെയാണോ എന്നുള്ളതൊക്കെ മൂപ്പരാള് ആ ഒരു സമയത്ത് കാണുന്നു, അന്താളിച്ചു പോകുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് മോഹനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് മോഹൻ പറയുന്നുണ്ട് ഇങ്ങനെ, ഞാനിങ്ങനെ ഫിലിമിലൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിനിമാ മോഹം കാരണം കൊണ്ട് ഈ നമ്മുടെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ഷോ ആണ് വരുന്നത്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, സാർ എനിക്കൊരു ആഗ്രഹമുണ്ട്, അതായത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊന്ന് പറയുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരത് പറയുന്നുണ്ട്. ആ പറഞ്ഞതിന് ശേഷം ആ ഒരു സീക്വൻസ് അവിടെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് മോഹൻ പറയുന്നുണ്ട് ഷൈജു കുറുപ്പിനോട്, താങ്കൾക്ക് ഒരു നല്ലൊരു കഴിവുണ്ട്, അപ്പോൾ അഭിനയം വിടണ്ട, അഭിനയം ആ പേഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ആ ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. അതായത് ഒരു ആ ഒരു മോഹം എന്തായാലും നടക്കും, നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഒരു സന്ദേശം പോലെയാണ് ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ കഴിയുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഒരു സാധനം വരുന്നുണ്ട്. അത് നമ്മുടെ ബേസിൽ ജോസഫിന്റെയാണ്. ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശാൻ നമ്മുടെ ഒരു തിയേറ്ററിൽ നമ്മൾ ഈ കോളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്, കോള ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ, അങ്ങനെ ഒരു ഇതിൽ വർക്ക് ചെയ്യാണ് നമ്മുടെ ബേസിൽ ജോസഫ്. ആശാനാണെങ്കിൽ നല്ല അടിയാണ്, നല്ല അടിയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഐ മീൻ സ്മോക്കിങ്ങിന്റെ കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ മൂപ്പരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം തന്നെയാണ് നമ്മുടെ ബേസിൽ ജോസഫിന്റെയും ആഗ്രഹം. അങ്ങനെ ഫിലിം, അതായത് നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മൾ സിനിമ മാത്രമല്ല ശ്രദ്ധിക്കുന്നുള്ളൂ, അതിന്റെ പ്രൊജക്ടറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു മോഹം കൂടി നമ്മുടെ ബേസിൽ ജോസഫിനുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഒരു പ്രൊജക്ടറിന്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു അവസരം കിട്ടുന്നു. അവിടെ വെച്ചിട്ട് ഒരു ആളെ കാണുന്നു, അയാൾ കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയിൽ ആശാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സീന് നമ്മുടെ ബേസിൽ ജോസഫിന്റെ മണ്ടയിൽ കിടന്നിട്ട് ഓടിക്കളിക്കും. അതായത് വെള്ളിയാഴ്ച എന്തിനാണ് സിനിമ ഇറക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ നമ്മുടെ ബേസിൽ ജോസഫിന് കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിലാണ് ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ വന്ന് സിനിമ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ആശാനൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മൂപ്പരാളെ, അതായത് ബേസിൽ ജോസഫിന്റെ മൈൻഡിൽ ആ ഒരു സാധനം കയറി കളിക്കുന്നത്. കാരണം ഓൾറെഡി ആശാൻ നല്ലോണം വലിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ മൂപ്പരാൾക്ക് ഒരു പെൺകുട്ടിയെ, അതായത് ബ്രെയിനിൽ ഒരു പെൺകുട്ടിയുടെ മുഖം കാണുന്നു, ആ പെൺകുട്ടിയെ തെരഞ്ഞു പോകുന്നു, ആശാൻ അടിച്ച് കിളി പാറി നടക്കുന്നു. അങ്ങനെ ഒരു ടൈമിൽ ഈ
ജോലി കഴിഞ്ഞിട്ട്, അതായത് തിയേറ്ററിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ ആ പെൺകൊച്ചിനെ കാണുന്നു. ആ പെൺകൊച്ചിനെ പിന്നാലെ പോകുന്നത് ഒരു ഒരു അമ്പലമുള്ള ഒരു കാവിലോട്ടാണ് പോകുന്നത്. അവിടെ വെച്ചിട്ട് വേറെ ആൾക്കാർ, അതായത് ആ കാവിലുള്ള മറ്റ് ആൾക്കാർ കണ്ടിട്ട് ഇവനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇവന്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഒരു മുസ്ലിം ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവൻ മുസ്ലിം ആയ കാരണം കൊണ്ട് ബോംബ് ഇടാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ, അതായത് ക്ഷേത്രം നശിപ്പിക്കാമെന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബേസിൽ ജോസഫിനെ കൊന്നു കളയുന്നുണ്ട്. അവിടെ ചെറിയൊരു വർഗീയത ഒക്കെ ഇപ്പോഴും നാട്ടിലുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ഇവര് ഈ മരിച്ചുപോയ ബേസിലും അതേപോലെ ഇവൻ കണ്ട ആ ഒരു പെൺകൊച്ചും വീണ്ടും സിനിമ കാണാൻ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ചാപ്റ്റർ അവസാനിച്ച് അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ വിനയ് ഫോർട്ടും അതേപോലെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെയാണ്. അവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജാഫർ ഇടുക്കിയുടെ മകനാണ് വിനയ് ഫോർട്ട്. അപ്പോൾ ജാഫർ ഇടുക്കി ചെറുപ്പം മുതലേ ഈ വിനയ് ഫോർട്ടിനെയും മറ്റു മക്കളെ വളർത്താൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നു. അതിന്റെ കൂടെ തന്നെ വൈഫായിട്ട് നമ്മുടെ മാള പാർവതി ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഇവരൊക്കെ, അതായത് നമ്മുടെ വിനയ് ഫോർട്ടൊക്കെ വലുതായ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ നിന്നിരുന്ന ആ ഒരു പഴയ വീട് വിൽക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള മാള പാർവതി അവിടെ മരണപ്പെടുന്നു പോകുന്നുണ്ട്. അതൊന്നും കാണിക്കുന്നൊന്നുമില്ല. അതായത് മെന്റലി ഒരു ഡിസോർഡർ ആയിട്ടുള്ള, ചെറിയ രീതിയിൽ ഒരു മെന്റലി ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ജാഫർ ഇടുക്കിനെ ഈ സിനിമയിൽ കാണിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ പഴയ വീട്ടിലെ ബാത്റൂമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം അവിടുന്ന് മാറിയെങ്കിലും, അതായത് ഒരു സാഹചര്യത്തിൽ വിറ്റ് കൊടുക്കേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പൊ അത് വിറ്റ് കഴിഞ്ഞപ്പോൾ പോലും ആ ഒരു വീട്ടിലോട്ട് വീണ്ടും വരാനും ആ ഒരു ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാഫർ ഇടുക്കി ഒരുപാട് വട്ടം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറെ വട്ടം ശ്രമിച്ച് പിന്നീട് അത് നമ്മുടെ ജാഫർ ഇടുക്കി മടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് നമ്മുടെ വിനയ് ഫോർട്ട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ കാരണങ്ങളൊക്കെ മനസ്സിലാവുമ്പോഴാണ് വിനയ് ഫോർട്ട് മനസ്സിലാവുന്നത് ഈ ആ വീടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു നമ്മുടെ ജാഫർ ഇടുക്കിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് മകനായിട്ടുള്ള വിനയ് ഫോർട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം വിനയ് ഫോർട്ട് ആ വീട് വീണ്ടും സ്വന്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ പോകുന്നത്. നാലാമത്തെ ചാപ്റ്ററിലാണ് നമ്മുടെ ലാല് സുഹാസിനിയൊക്കെ വരുന്നത്. നാലാമത്തെ ഒരു സബ്ജക്റ്റിലോട്ട് പോകുന്ന സമയത്ത് ലാലും സുഹാസിനിയൊക്കെ വരുന്നുണ്ട്. അവരുടെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാല് ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. ലാലിന്റെ വൈഫ്, മകള്, കൊച്ചുമകൾ. അങ്ങനെ വൈഫും മകളും കൊച്ചുമകളും ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നു, ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് ലാല് അവിടെ കിടന്ന് ഒരു തുള്ളി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിന് പിന്നാലെ തന്നെ ഒരു ഉറുമ്പിനെ കൂടി കാണിക്കുന്നുണ്ട് ആ മധുരം തേടി നടക്കുന്ന പോലെ. കാരണം 160 ആണ്ടാണെന്ന് തോന്നുന്നു ഷുഗർ ഉള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെയുള്ള മധുരമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവര് പോയേക്കാണ്. അപ്പോൾ അതിങ്ങനെ തെരഞ്ഞു നടക്കുന്നു. പിന്നെ മധുരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് ഒഴിവായി പോകുമ്പോൾ ഉണ്ടാവുന്ന ലാലിന്റെ ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോൾ നമ്മുടെ സുഹാസിനി, അതായത് ലാലിന്റെ വൈഫ്, ലാലിനോട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ചാവി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മധുരം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ലാല് ആ ഒരു മധുരം വെച്ച സ്ഥലത്ത് പോയിട്ട് ആ ഒരു മധുരം എടുക്കുന്നുണ്ട്, അതായത് ഒരു ലഡു എടുക്കുന്നുണ്ട്. ലഡുവിന്റെ പാക്കറ്റിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. കാരണം ഷുഗറിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും, അതായത് നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്നുള്ളത് എനിക്കറിയാം, എന്തായാലും ഒരു ലഡു നിങ്ങൾ കഴിച്ചോളൂ, നമ്മുടെ ഹാപ്പി, അവരുടെ എന്താ പറയാ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതിന്റെ ആഘോഷമായിട്ട് ഒരെണ്ണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരെണ്ണം കഴിക്കുന്നു. അതിന്റെ കൂടെ തന്നെ അത്രയും നേരം ഉറുമ്പും തേടി നടന്നായിരുന്ന ആ ഒരു മധുരം നമ്മുടെ ലാല് ഉറുമ്പിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് പോലെയൊക്കെയാണ് ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ള അറിയില്ല, എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ള അറിയില്ല. ഞാനൊരു വൺ ടൈം മൂവി ആയിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ട ഒരു സിനിമയായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മധുരം ജീവാമൃത ബിന്ദു എന്ന് പറയുന്ന ഒരു സിനിമ കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ചുമ്മാ ഒരു 4 സബ്ജക്റ്റിലുള്ള ഒരു സിനിമ കാണാം എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാണാത്തവരെന്തെങ്കിലും കണ്ടു നോക്കൂ. കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കമന്റ് ആയിട്ട് അറിയണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.